ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടർബോ 12 സീരീസ്. അപ്പോൾ ടർബോ 12 സീരീസിന്റെ ജോഗ്രഫി സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ടർബോ 12 സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നമ്മുടെ ഒരു ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ന് ഞാൻ എടുക്കുന്നതും കഴിഞ്ഞ ദിവസം ഗുരുവി എടുത്ത എല്ലാവരുടെയും ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു എല്ലാവർക്കും ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. നമ്മളൊരു എക്സാം നടത്തുന്നുണ്ട്. ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഇടുന്ന ഒരു എക്സാം ആയിരിക്കും നടക്കുന്നത്. എല്ലാവരും ഈ ഒരു എക്സാമിൽ പങ്കെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 5 റാങ്ക് കിട്ടുന്നവർക്ക് നമ്മുടെ LDC 2027 ബാച്ച് കോഴ്സ് ഫീ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. 100% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. 6 to 10 റാങ്ക് കിട്ടുന്നവർക്ക് 50%, 11 to 15 റാങ്ക് കിട്ടുന്നവർക്ക് 30% ഡിസ്കൗണ്ടും, ഇനി 16 തൊട്ട് 20 വരെ റാങ്ക് കിട്ടുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്കോളർഷിപ്പ് എക്സാം ആണ്. കട്ടയ്ക്ക് അറ്റൻഡ് ചെയ്യുക. ഈ വരുന്ന ഈ പറഞ്ഞ ഞാനും അതുപോലെ എല്ലാ ഫാക്കൽറ്റീസും എടുക്കുന്ന ക്ലാസ്സിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഇടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കട്ടയ്ക്ക് എല്ലാ ഭാഗങ്ങളും കണ്ടിട്ട് കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ ബാച്ച് ഫീൽ 10% സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ PPTയിലുണ്ട്. സോ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? തുടങ്ങാം അല്ലേ? അപ്പോൾ LDC 2027 ബാച്ച് കോഴ്സ് ഫീ വരുന്നത് 1999 രൂപയാണ്. 1 year വാലിഡിറ്റി അല്ലെങ്കിൽ അല്ലേ എക്സാം June 17th വരെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വാലിഡിറ്റി പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ ഒരു കോൺടാക്റ്റിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ LPUP അല്ലേ, നമുക്കറിയാലോ LDC ആണെങ്കിലും LPUP ആണെങ്കിലും അല്ലേ റാങ്ക് ഫാക്ടറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈലം എന്ന് പറയുന്നത് നമ്മുടെ LPUP ബാച്ചിലല്ലേ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഫസ്റ്റ് റാങ്ക് പോലും കിട്ടിയിരിക്കുന്നത് സൈലം BScയിലെ സ്റ്റുഡൻസിനാണ്. നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ടുള്ള വീഡിയോസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 3499 ആണ്. 1 year വാലിഡിറ്റി. June 10 ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ മറക്കണ്ട. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ടർബോ 12 സീരീസിൻ്റെ ജോഗ്രഫി ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ട. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കാനുള്ള ഹിമാലയത്തെക്കുറിച്ചാണ്. വരൂ നമുക്ക് ഹിമാലയം വരെ ഒന്ന് പോയി വരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഉത്തര പർവ്വത മേഖല. ജോഗ്രഫിയിൽ ഉത്തരം എന്ന് വെച്ചാൽ വടക്ക്, ദക്ഷിണം എന്ന് വെച്ചാൽ തെക്ക്. അപ്പോൾ ഉത്തര പർവ്വത മേഖല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ വടക്കുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഹിമാലയ പർവ്വത മേഖലകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഉത്തരപർവ്വത മേഖല. എനിവേ, ഉത്തരപർവ്വത മേഖലയാണ് നിങ്ങളുടെ ഈ ഒരു മാപ്പിൽ കാണിച്ചു തരുന്നത്. മാപ്പില്ലാത്ത ഒരു പരിപാടിയും നമുക്കില്ല. മാപ്പ് നോക്കിയേ, മാപ്പ് കണ്ടോ? അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു കാശ്മീർ, ജമ്മു കാശ്മീർ, അതുപോലെ ലഡാക്ക് പോലുള്ള ഭാഗം തൊട്ട് ലഡാക്ക് പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെ ഈ ഒരു ഭാഗത്തോളം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു എൻറ്റയർ ഏരിയയാണ് ഉത്തരപർവ്വത മേഖല എന്ന് നമ്മൾ ജനറലി വിളിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉത്തരപർവ്വത മേഖല എന്നാണ് പേരെങ്കിലും ഇതിൽ ഒരുപാട് പർവ്വതനിരകളുണ്ട്. ഒന്നിൽ കൂടുതൽ പർവ്വതനിരകളുണ്ട്. ഓരോ പർവ്വതനിരയ്ക്കും ഓരോരോ പേരുണ്ട്. ഇതാണ് എല്ലാവരെയും ഹിമാലയം പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരിക്കലും മറന്നു പോകാൻ പോലും ഇടയില്ലാത്ത രീതിയിൽ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഹിമാലയത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കാം. ഹിമാലയം എങ്ങനെയാണ് ഉണ്ടായത്? നമ്മളൊരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ പഠിക്കുമല്ലോ. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ എവിടെയാ? ഏഷ്യയുടെ തെക്ക് ഭാഗം. ഇവിടെ നമ്മുടെ ഇന്ത്യയെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഏഷ്യയിലെ വലിയൊരു രാജ്യമായിട്ട് ഇന്ത്യയെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യ ഇവിടെ ആയിരുന്നോ? ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. പണ്ട് ഇവിടെ ആയിരുന്നോ? ഇന്ത്യ എവിടെയായിരുന്നു? ഇന്ത്യയെ തേടി അല്ലേ? അപ്പോൾ ഇന്ത്യ ആഫ്രിക്കയുടെ ഭാഗത്തായിരുന്നു. ഇന്ത്യ മാത്രമല്ല, നമുക്ക് കൂട്ടിനായിട്ട് ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയ. അപ്പോൾ ഇന്ത്യയും അതുപോലെ ഓസ്ട്രേലിയയൊക്കെ ആരുടെ ഭാഗമായിരുന്നു? നമ്മുടെ ആഫ്രിക്കയുടെ ഭാഗമായിരുന്നു. വളരെ റീസെൻ്റ് ആയിട്ട് പോലും നമ്മൾ എവിടെയായിരുന്നു? ആഫ്രിക്കയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വളരെ റീസെൻ്റോ? ഇങ്ങനെ എന്ത് ഈ പറയുന്നത്? യെസ്, ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ട് അറൗണ്ട് ഒരു
ഒരു 65 മില്യൺ അല്ലേ, 65 മില്യൺ തൊട്ട് അറൗണ്ട് ഒരു 65 മില്യൺ തൊട്ട് ഒരു 145 145 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വളരെ റീസെൻ്റ് ആണ് ജോഗ്രഫിയിൽ പറഞ്ഞത്. കാരണം ഭൂമിക്ക് ഏകദേശം ഒരു 4200 തൊട്ട് 4600 മില്യൺ ആണ് പ്രായം. 4600 മില്യൺ പ്രായമുള്ള ഭൂമി വെച്ച് നോക്കുമ്പോൾ 65 മില്യണൊക്കെ വളരെ റീസെൻ്റ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. വളരെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും തോന്നി ആഫ്രിക്ക അങ്ങ് വിട്ടുകളയാം. ആഫ്രിക്ക എന്തോ ഇഷ്ടപ്പെട്ടില്ല, ആഫ്രിക്ക വിട്ടുകളയാന്ന് വിചാരിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും യാത്രയായി. എങ്ങോട്ടാണ് യാത്ര? ഏഷ്യയിലേക്കാണ് യാത്ര. പകുതി എത്തുമ്പോൾ നമ്മുടെ ചങ്ക് ഫ്രണ്ടായ ഓസ്ട്രേലിയ നമ്മളെ പറ്റിച്ച് എങ്ങോട്ട് പോയി? കിഴക്കോട്ട് പോയി. പോട്ടെ, പോകുന്നവർ പോട്ടെ. നമ്മൾ ഇന്ത്യ ഒന്നും നോക്കാതെ നേരെ നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടാ? ഏഷ്യയാണ്. ഏഷ്യ വെച്ച് പിടിച്ചങ്ങ് പോയി. ഇതാണ് ഡ്രിഫ്റ്റ് തിയറിയിൽ പറയുക. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സിൽ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം എന്ന് പറഞ്ഞ ഒരൊറ്റ പ്ലേറ്റ് ആയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് നമുക്ക് ഒരുമിച്ച് തന്നെ വിളിക്കാം. ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, ഇന്ത്യ ഓസ്ട്രേലിയ അടങ്ങിയിരിക്കുന്ന ഈ ഒരു പ്ലേറ്റ് ഫലകം ഏഷ്യ വെച്ച് പിടിച്ചു പോവുക. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏഷ്യ എത്താറായി. ശരിക്കും ഏഷ്യ മാത്രമേ ഇവിടെയുള്ളൂ? അല്ല, ഇവിടെ നമ്മുടെ യൂറോപ്പ് ഉണ്ട് അല്ലേ, ഇവിടെ നമ്മുടെ ഏഷ്യ ഉണ്ട്. അപ്പം മൊത്തത്തിൽ പറ, ഇതിനെ എന്താണ് നമ്മൾ വിളിക്കുന്ന പേര്? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് യുറേഷ്യ എന്നാണ്. എന്താ വിളിക്കുക? യുറേഷ്യ. യുറേഷ്യയിലേക്ക് നമ്മുടെ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം അടിച്ചങ്ങ് കയറുകയാണ്. നിങ്ങൾ നോക്കണം, യുറേഷ്യയിലേക്ക് ഇന്ത്യൻ ഫലകം അല്ലെങ്കിൽ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം അടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. ദർ ഈസ് എ കൊളിഷൻ. അതായത് ഇവ തമ്മിൽ ഇടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും ഇടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ഫലകങ്ങൾ ഇടിച്ചാൽ എന്താ സംഭവിക്കുക മക്കളെ? രണ്ട് ഫലകങ്ങൾ ഇടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും രണ്ട് ഫലകങ്ങൾ ഇടിക്കുമ്പോൾ ഇങ്ങനെ മടക്കുകൾ ഉണ്ടാവും അല്ലേ? ഇതുപോലെ മടക്കുകൾ ഉണ്ടാവും. നോക്കണേ, ഇങ്ങനെ മടക്കുകൾ ഉണ്ടാകും അല്ലേ? മടക്കുണ്ടാവൂലേ? രണ്ട് ഫലകങ്ങൾ ഇടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? മടക്കുണ്ടാവും. അങ്ങനെ ഉണ്ടായ മടക്കുകളാണ് നമ്മൾ ഇന്നീ കാണുന്ന മടക്ക് പർവ്വതമായ ഹിമാലയം. എന്താ മടക്ക് പർവ്വതമായ ഹിമാലയം? ഒന്നല്ല, ഒരുപാട് മടക്കുകൾ ഇങ്ങനെ രൂപപ്പെട്ടു. ഒരു മടക്കാണ് കുഴപ്പമില്ലായിരുന്നു. ഹിമാലയം എന്ന് പഠിക്കുന്നു, അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു, സിമ്പിളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഉത്തരപർവ്വത മേഖല ഇത്ര ടഫായേ? ഒന്നല്ല, ഒന്നിലധികം മടക്കുകൾ, കുറേ മടക്കുകൾ, ഒരു മടക്ക്, 2 മടക്ക്, 3 മടക്ക്, ഇങ്ങനെ കുറേ മടക്കുകൾ രൂപപ്പെട്ടു. അതാണ് നമ്മൾ പഠിക്കുന്ന ട്രാൻസ് ഹിമാലയൻ, കാരക്കോറൻ, ലഡാക്ക്, സസ്കർ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അങ്ങനെ 6 മടക്ക് ഇന്ത്യയിൽ മാത്രം രൂപപ്പെട്ടിട്ടുണ്ട്. ബാക്കി മടക്ക് എവിടെയുണ്ട്? ചൈനയിലും തജിക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉണ്ട്. അതൊക്കെ അവർ പഠിച്ചോളും. നമുക്ക് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മടക്കുകളെ കുറിച്ചാണ് ഉത്തരപർവ്വത മേഖല എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സെറ്റല്ലേ? അപ്പോൾ ആ മടക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഹിമാലയത്തിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ള ഭൂവിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. നിങ്ങൾക്ക് തന്നെ കാണാം, ഇന്ത്യയുടെ ഏറ്റവും വടക്കാണ്. ഓക്കെ, നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത ശൃംഖലയാണ് ആ ഒരു സമയത്ത് പണ്ട് യുറേഷ്യൻ ഫലകവും ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും തമ്മിലിടിച്ചിട്ടുണ്ടായ ഈ ഒരു മടക്ക് പർവ്വതമായ ഹിമാലയം. ഇനി വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. എനിവേ, ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്നതും ഇത് തന്നെയാണ്. ഈ കാര്യവും മറക്കരുത്. ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന മടക്ക് പർവ്വതവും ഹിമാലയം തന്നെയാണ്. അപ്പോൾ മറ്റൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഈ ഇടി കഴിഞ്ഞോ? ഇവ തമ്മിലുള്ള ഇടി കഴിഞ്ഞോ? ഇല്ല, ഇപ്പോഴും ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം യുറേഷ്യൻ ഫലകത്തെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസമൊക്കെ ഞാനൊരു ന്യൂസ് കണ്ടു, ഇടി ഓൾമോസ്റ്റ് കഴിയാറായി അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ള. അത് വിട്ടേക്ക്, നമുക്ക് SCERT പറഞ്ഞ കാര്യം അതുപോലെ പറയാം. യെസ്, ഇപ്പോഴും ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം നമ്മുടെ യുറേഷ്യൻ ഫലകത്തെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ സകല സ്ഥലങ്ങളും എങ്ങോട്ട് മൂവ് ചെയ്യാണ്? വടക്കോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ സ്റ്റുഡിയോയും കോഴിക്കോട് നഗരവും അല്ലേ, നിങ്ങൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ നിങ്ങളുടെ വീടും കേരളവും ഇന്ത്യയും മൊത്തത്തിൽ വടക്കോട്ട് പതിയെ ഒരു 3-4 സെൻറ്റിമീറ്റർ പ്രതിവർഷം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹിമാലയത്തിന് എന്താ സംഭവിക്കുക? യുറേഷ്യൻ ഫലകത്തെ ഇടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പം ഹിമാലയം എന്ത് ചെയ്യും? ഹിമാലയത്തിൻ്റെ ഉയരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കൂലേ?
അപ്പൊ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മടക്ക് പർവ്വത എന്ന് വെച്ചാൽ ഹിമാലയം ഒരു പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം കൂടെയാണ്. എന്താ പ്രായം കുറയാൻ കാരണം? ഇന്നും ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എവറസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എവറസ്റ്റ് ഒക്കെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എവറസ്റ്റ് ഒരു 3-4 സെന്റിമീറ്റർ പെർ ഇയർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യവും മറക്കരുത്. ഹിമാലയം മൊത്തത്തിൽ ഉയരം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഉയരം ചെന്നത്, ഏറ്റവും വലുത്, ഏറ്റവും പ്രായം കുറഞ്ഞതൊക്കെ ഹിമാലയം തന്നെ, ഒരു മാറ്റവും വേണ്ട. അപ്പോൾ ഇനി ഈ പോയിന്റ് നമ്മൾ പഠിച്ചല്ലോ. ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇത് രൂപപ്പെട്ടത്. ഇനി തെക്ക് ഭാഗം ചെങ്കുത്തായ ചെരുവും വടക്കുഭാഗം നേരിയ ചെരുവാണ്. ഹിമാലയത്തിൻ്റെ ഒരു വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകത, ഒരു സവിശേഷത, ഒരു പ്രധാനപ്പെട്ട സവിശേഷത, പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ മടക്കുണ്ടായല്ലോ ഇങ്ങനെ കറക്റ്റ് ഒരു എന്താണ് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു യൂണിഫോം ആയിട്ടുള്ള ചെരുവൊക്കെയുള്ള മടക്കല്ല ഉണ്ടായത്. അതിന് പകരം നേരെ വിപരീതമായിട്ട് വേറൊരു രീതിയിലാണ് മടക്കുണ്ടായത്. ഫോർ എക്സാമ്പിൾ, ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹിമാലയ പർവ്വതത്തിലെ പല കൊടുമുടികൾ എടുത്തു കഴിഞ്ഞാലും അതുപോലെ ഹിമാലയത്തിലെ പലതരത്തിലുള്ള പർവ്വത നിരകൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ചെങ്കുത്തായ ചെരുവാണ്. നിങ്ങൾ നോക്കിയേ, ചെങ്കുത്തായ ചെരുവാണ്. ഇതുവഴി കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അതേസമയം വടക്ക് ഭാഗം എന്ന് പറയുന്നത് നേരിയ ചെരുവാണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണിത്. ഇത് ഒരു കാരണവശാലും മറക്കരുത്. വടക്ക് നേരിയ ചെരുവ് മാത്രമേ ഉള്ളൂ. നേരിയ ചെരുവ് മാത്രമേ ഉള്ളൂ. അതേസമയം തെക്ക് ചെങ്കുത്തായ ചെരുവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറക്കരുത്. അപ്പോൾ ഏത് വഴി കയറുന്നതായിരിക്കും എളുപ്പം? തീർച്ചയായും വടക്ക് വഴി കയറുന്നതാണ് എളുപ്പം. തെക്കുന്ന് കയറുന്നവൻ വെള്ളം കുടിക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ. ഈവൻ നമ്മുടെ ഹിമാലയത്തിലെ പല കൊടുമുടികളും, കാഞ്ചൻജംഗയും നമ്മുടെ എവറസ്റ്റും ഒക്കെ ഇങ്ങനെ എവറസ്റ്റിൻ്റെ വടക്ക് ഭാഗത്തുനിന്ന് കയറാൻ ആക്ച്വലി എളുപ്പമാണ്. തെക്ക് ഭാഗത്തുനിന്ന് കയറാനാണ് പാട്. തെക്ക് ഭാഗം നേപ്പാളാ എവറസ്റ്റിൻ്റെ, വടക്ക് ഭാഗമോ ചൈനയില. അതുകൊണ്ട് തന്നെ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് നേപ്പാൾ വഴി. പക്ഷെ ചൈനീസ് ഗവൺമെൻറ് ഇതുവഴി കയറാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും നേപ്പാൾ വഴി വലിഞ്ഞു കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അതുകൊണ്ടാണ് ഹിമാലയത്തിൽ ഡെത്ത് റേറ്റ് ഒക്കെ കൂടുന്നത്, എവറസ്റ്റിലൊക്കെ ഡെത്ത് റേറ്റ് ഒക്കെ കൂടുന്നത്. ഒരുപാട് പേര് മരണപ്പെടാറുണ്ട് ഓരോ വർഷവും. ചെങ്കുത്തായ ചെരിവാണ് മറ്റൊരു കാരണം. പിന്നെ മറ്റു കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഉയരം കൂടുമ്പോൾ എന്താ? ചായയുടെ ടേസ്റ്റ് കൂടും. ബാക്കി ജോഗ്രഫിയിലെ എല്ലാ ആസ്പെക്ട്സുകളും കുറയാണ് ചെയ്യുന്നത്. ഉയരം കൂടുമ്പോൾ താപനില കുറയും, ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയും, ഉയരം കൂടുമ്പോൾ ഓക്സിജൻ കുറയും, ഉയരം കൂടുമ്പോൾ ആർദ്രത കുറയും, അല്ലേ? അതായത് ചായയുടെ ടേസ്റ്റ്, ലാലേട്ടൻ്റെ ചായയുടെ ടേസ്റ്റ് മാത്രം കൂടും, ബാക്കിയൊക്കെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാലും മതി. അതുകൊണ്ട് ഓക്സിജനൊക്കെ കുറവായിരിക്കും, നമ്മുടെ താപനിലയൊക്കെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ മരണപ്പെടാനുള്ള മറ്റു കാരണങ്ങൾ. അപ്പോൾ കാര്യം മനസ്സിലാക്കുക, ചെങ്കുത്തായ ചെരുവാണ് തെക്ക്, വടക്ക് ഭാഗം നേരിയ ചെരുവാണ്. ഏതെങ്കിലും ഒരു സൈഡ് പഠിക്കുക, തെക്ക് ഭാഗം ചെങ്കുത്തായതാണ് എന്ന് പഠിച്ചാലും മതി. അപ്പോൾ നിങ്ങൾ പറ, ഇന്ത്യയുടെ സൈഡിൽ നിന്ന് കയറാനാണോ ഹിമാലയം ബുദ്ധിമുട്ട്, അതോ ചൈനയുടെ സൈഡിൽ നിന്ന് കയറാനാണോ? ഇന്ത്യയുടെ സൈഡിൽ നിന്ന് കയറാൻ. കാരണം തെക്ക് ഭാഗം ഇന്ത്യ ആണല്ലോ. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് കയറാൻ ഹിമാലയം കുറച്ച് ബുദ്ധിമുട്ടാണ്. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ ഉത്തരപർവ്വത മേഖലയുടെ ബേസിക് ആയിട്ടുള്ള പ്രത്യേകതകളും സ്പെസിഫിക്കലി നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹിമാലയം ഉൾപ്പെടുന്ന സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഹിമാലയം ഏകദേശം എത്ര സ്റ്റേറ്റ്സിലുണ്ട് അറിയോ? എത്ര സ്റ്റേറ്റ്സിലുണ്ട് എന്നറിയാമോ? ഹിമാലയം എത്ര സ്റ്റേറ്റ്സിലുണ്ടെന്ന്? ഹിമാലയം 11ഓളം സ്റ്റേറ്റ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 11 സ്റ്റേറ്റ്സുകളിൽ നമുക്ക് ഉത്തരപർവ്വത മേഖല അഥവാ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഉത്തരപർവ്വത മേഖലയാണ് ഞാൻ പൊതുവെ ഹിമാലയം എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഹിമാലയം, ട്രാൻസ് ഹിമാലയൊക്കെ കറക്റ്റായിട്ട് പറയും. അപ്പോൾ ഉത്തരപർവ്വത മേഖല അഥവാ ഹിമാലയം 11 സ്റ്റേറ്റ്സിലാണുള്ളത്. ആക്ച്വലി ഞാൻ ആദ്യം സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്താം. ആക്ച്വലി നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും അങ്ങനെയാണെങ്കിൽ. ഹിമാചൽ പ്രദേശിൽ ഹിമാലയം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹിമാചലിൻ്റെ പേര് പോലും ഹിമാലയം ഉണ്ട്, അല്ലേ? യെസ്. ഉത്തരാഖണ്ഡിൽ ഹിമാലയം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ലേ?
ഹിമാചൽ പ്രദേശിൽ ഹിമാലയം ഉണ്ട്, നമ്മുടെ കുളു മണാലിയും ഒക്കെ ഇവിടെയുള്ള സ്ഥലങ്ങളാണ്. ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള അതുപോലെ ഹിൽ സ്റ്റേഷൻസുകളൊക്കെ നമുക്ക് ഹിമാചലിലുണ്ട്. ഇനി ഉത്തരാഖണ്ഡിൽ വരുവാണെങ്കിൽ നന്ദാദേവിയും നമ്മുടെ മസൂരിയും നൈനിറ്റാളും അൽമോറയും ഇതൊക്കെ ഹിമാലയത്തിലെ സ്ഥലങ്ങളാണ്. ഈ കാര്യം മറക്കരുത്. ഉത്തരാഖണ്ഡിൽ ഹിമാലയം ഉള്ളതും എല്ലാവർക്കും മോസ്റ്റ്ലി കിട്ടും. എല്ലാവരും മറക്കുന്ന ഒരാളുണ്ട്, വെസ്റ്റ് ബംഗാൾ. എടാ, വെസ്റ്റ് ബംഗാളിൽ ഹിമാലയം ഉണ്ട്. ഇതൊരു കാരണവശാലും മറക്കരുത്. വെസ്റ്റ് ബംഗാളിൻ്റെ മാത്രം ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കടലുമായും ഹിമാലയവുമായും ബന്ധമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അതായത് തെക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലാണ്, വടക്ക് ഭാഗം ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാളിൻ്റെ ഡാർജിലിംഗ് പോലുള്ള സ്ഥലങ്ങൾ ഹിമാലയത്തിലാണ്. അപ്പോൾ കടലുമായും സമുദ്രമായും സമുദ്രമായും അതുപോലെ നമ്മുടെ ഇതുമായിട്ടും നമ്മുടെ ഹിമാലയമായിട്ട് ബന്ധമുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഈ കാര്യം മറക്കരുത്. സോ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ്. വെസ്റ്റ് ബംഗാൾ ഉണ്ടെന്ന് കിട്ടി. ഇനി പഠിക്കാൻ എളുപ്പമാടാ. കാരണം എന്താ അറിയോ? ബാക്കി 8 സ്റ്റേറ്റ്സുകൾ ആരാ? നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റ്സുകൾ. സിമ്പിളായിട്ട് പഠിച്ചില്ലേ? ഹിമാചലും ഉത്തരാഖണ്ഡും കിട്ടുമല്ലോ. വെസ്റ്റ് ബംഗാൾ ഞാൻ പറഞ്ഞില്ലേ, ഡാർജിലിംഗ് ഒക്കെ വെസ്റ്റ് ബംഗാളിലാണെന്ന്. ബാക്കിയെല്ലാം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സുകൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ കിട്ടിയില്ലേ? ഈ 8 സ്റ്റേറ്റ്സുകളിൽ ഏറ്റവും കൂടുതൽ ഹിമാലയം കാണപ്പെടുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് എക്സാമിന് ചോദിക്കാം. സിമ്പിളാണ്, നമ്മുടെ അരുണാചൽ പ്രദേശിലാണ്. ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മറന്നു വേണ്ട. ഓക്കെ, സോ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ 11 സ്റ്റേറ്റ്സും നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷനിലേക്ക് വരുവാണ്. ഇവിടെയാണ് നമ്മുടെ പരിപാടി മൊത്തം നടക്കുന്നത്. ഓക്കെ, അതായത് നമ്മളെപ്പോഴും കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ഭാഗമാണ് ഉത്തരപർവ്വത മേഖലയുടെ ക്ലാസിഫിക്കേഷൻ. ലഡാക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഏതാണ്? ട്രാൻസ്-ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പർവ്വതനിര ഏതാണ്? ഹിമാദ്രി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ അടിക്കും. ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ട. സിമ്പിളായിട്ട് ചില ട്രിക്സുകളിലൂടെ നമ്മളിത് പഠിപ്പിച്ചു തരും. സോ ആദ്യത്തത് ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ആദ്യത്തതാണ് ട്രാൻസ്-ഹിമാലയം. രണ്ടാമത്തതാണ് ഹിമാലയം. ആൻഡ് മൂന്നാമത്തതാണ് പൂർവാഞ്ചൽ. അപ്പോൾ ട്രാൻസ്-ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ എന്നിങ്ങനെ 3ആയിട്ട് നമുക്ക് ഉത്തരപർവ്വത മേഖലയെ തരംതിരിക്കാം. എടാ, മാപ്പില്ലാത്ത ഒരു പരിപാടിക്ക് ഞാനില്ല. കാരണം മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ സകല കാര്യങ്ങളും പഠിക്കുക. മാപ്പ് കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കൂലടാ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? മാപ്പ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മറക്കൂല. അതേ തുടങ്ങുകയാണ്. നോക്കിക്കോ, ആദ്യത്തവനാരാ? ട്രാൻസ്-ഹിമാലയാണ്. ട്രാൻസ്-ഹിമാലയം നമുക്ക് മാപ്പിൽ വരച്ചാലോ? യെസ്, നോക്കിക്കോ. ഇതില്ലേ, നോക്കിക്കോ, ഈ സ്ഥലമില്ലേ, ഇന്ത്യയുടെ തല ആരാ? ജമ്മു കാശ്മീർ, ലഡാക്ക് ഉൾപ്പെട്ട ഈ ഒരു ഭാഗം. ഇവിടെയുള്ള ഈ 3 പർവ്വതനിരകളാണ് ട്രാൻസ്-ഹിമാലയം. ഇവൻ ഒറിജിനൽ ഹിമാലയമാണോ? അല്ല. എന്ത് ഹിമാലയ? ട്രാൻസ്-ഹിമാലയമാ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ട്രാൻസ്-ഹിമാലയം? സിമ്പിൾ, ഹിമാലയം വരച്ച് കാണിച്ചാൽ അപ്പം നിങ്ങൾ എന്താണെന്ന് ട്രാൻസ്-ഹിമാലയം നിങ്ങൾ തന്നെ പറയും. ഓക്കെ, ഇതാണ് ഹിമാലയം. കണ്ടല്ലോ, ഇതാണ് ഹിമാലയം. കണ്ടല്ലോ, ഇതാണ് ഹിമാലയം. അങ്ങ് കാശ്മീർ തൊട്ട് അങ്ങ് അരുണാചൽ പ്രദേശ്, ചൈനീസ് ബോർഡർ, ചൈനയുടെ അടുത്ത് വരെ കിടക്കുന്ന ഈ വലിയ പർവ്വതനിരയാണ് ഹിമാലയം. നോക്കിയേ, പറ, ട്രാൻസ്-ഹിമാലയം എന്താ? ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ട്രാൻസ്-ഹിമാലയം. ഹിമാലയ പർവ്വതനിരയുടെ വടക്ക് ഭാഗത്ത് ഏതൊക്കെ പർവ്വതനിരയുണ്ടോ അതിനെയൊക്കെ ട്രാൻസ്-ഹിമാലയം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ 3 പർവ്വതനിരകളാണ് ഇന്ത്യയിലുള്ളത്. അതാണ് ഞാൻ ഇവനെ മാത്രം വരച്ചത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങോട്ട്. ഇവിടെ ഒരു പർവ്വതനിര കണ്ടോ? കൈലാഷ് റേഞ്ച്, കൈലാസ പർവ്വതനിര ആരാ? ഹിമാലയത്തിൻ്റെ വടക്കല്ലേ? ട്രാൻസ്-ഹിമാലയം. ഇതാരാ? ഇവൻ്റെ പേരെന്താ?
കുൻലുൻ ഹിമാലയം, പേര് കേട്ടാൽ തന്നെ അറിയാം ചൈനക്കാരനാ. ഓക്കെ, ചൈനയിലുള്ള കുൻലുൻ ഹിമാലയമാണിത്. ആരാ? ഹിമാലയത്തിൻ്റെ വടക്കല്ലേ, ട്രാൻസ് ഹിമാലയം. ഹിന്ദുക്കുശ് കണ്ടോ, എവിടെയാ? ഹിമാലയത്തിൻ്റെ വടക്കല്ലേ. അപ്പം ഹിന്ദുക്കുശ് ആരാ? ഇതൊക്കെ ട്രാൻസ് ഹിമാലയ. ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗം ആരൊക്കെയുണ്ട്? ഇവരൊക്കെ ട്രാൻസ് ഹിമാലയാണ്. സെറ്റല്ലേ? ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് പൂർവാഞ്ചൽ. വാട്ട് ഈസ് മീൻ ബൈ പൂർവം? പൂർവം എന്ന് വെച്ചാൽ ജോഗ്രഫിയിൽ എന്താ? ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു, കിഴക്കിനെ പൂർവം എന്ന് പറയും, പടിഞ്ഞാറിനെ പശ്ചിമം എന്ന് പറയുന്നൊക്കെ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും കിഴക്ക് അങ്ങ് മ്യാൻമാർ ബോർഡറിൽ ഇതേ ഒരു പർവ്വതനിര കണ്ടോ? ഇവനെ വിളിക്കുന്ന പേരാണ് പൂർവാഞ്ചൽ. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? പൂർവാഞ്ചൽ എന്ന് വിളിക്കാൻ കാരണം എന്താ? സിമ്പിൾ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള പർവ്വതം പൂർവാഞ്ചൽ എന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. പൂർവ്വത്തുള്ള അജലം അദ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതമാണേ. അത് നമ്മുടെ ഗുരുവിയൊക്കെ പഠിപ്പിക്കും. ഓക്കെ, നമ്മുടെ ഗുരുവിമ്മ പഠിപ്പിക്കും, പേടിക്കണ്ട. സോ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയം, പൂർവാഞ്ചൽ മാപ്പിൽ ആ ഒരു ഐഡിയ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെറ്റാണ് മക്കളെ. അപ്പം നമ്മൾ നേരെ ട്രാൻസ് ഹിമാലയത്തിലേക്കാണ് പോകുന്നത്. ട്രാൻസ് ഹിമാലയത്തിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ആ 3 ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി നമ്മൾ മാപ്പ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ട്രാൻസ് ഹിമാലയം കാണിച്ചു തരുന്നു. ദേ നോക്കിക്കോ, ദേ ഈ പറഞ്ഞ 3 പർവ്വത നിരകളാണ് മക്കളെ ട്രാൻസ് ഹിമാലയം. അതായത് നമ്മുടെ ജമ്മു കാശ്മീർ നമ്മുടെ ഇന്ത്യയുടെ തലയാണല്ലോ. ഇന്ത്യയുടെ തലയിൽ നമുക്ക് തീർച്ചയായും സ്വാഭാവികമായിട്ടും ഒരു നമ്പൂതിരി ഈ പറഞ്ഞ പൂജാരിയൊക്കെ വെക്കുന്നത് പോലെ ഒരു ഭസ്മക്കുറി കാണാൻ പറ്റും അല്ലേ? ഒരു ഭസ്മക്കുറി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഭസ്മക്കുറി ഇതിങ്ങനെ എന്താണ് പൂജാരിയൊക്കെ വെക്കുന്ന പോലെയുള്ള ആ ഒരു ഭസ്മക്കുറിയെയാണ് നമ്മൾ ട്രാൻസ് ഹിമാലയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാസ. എന്താ സാറേ കാലാസ? നമുക്ക് ട്രാൻസ് ഹിമാലയം ഇങ്ങനെ പഠിക്കാം, കാലാസ. സെറ്റല്ലേ? ജമ്മു കാശ്മീർ ലഡാക്ക്, അവിടെ അതിൻ്റെ നെറ്റിയിലുള്ള 3 വരെയുള്ള ഭസ്മക്കുഴി. അതിൽ ആദ്യത്തവനാണ് കാ, രണ്ടാമത്തവനാണ് ലാ, മൂന്നാമത്തവനാണ് സ. കാലാസ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതാണ് മക്കളെ ട്രാൻസ് ഹിമാലയം. ഹിമാലയത്തിന് വടക്ക് ഭാഗമാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ലഡാക്കിലും ജമ്മു കാശ്മീരിലും ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാ? കാലാസ. ഞാൻ കുറച്ച് നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. സെയിം ക്വസ്റ്റ്യൻ, എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ പർവ്വതനിര ഏതാ? പറ. ദേ കിടക്കുന്നു ട്രാൻസ് ഹിമാലയം. അതിൽ തന്നെ ഏതാ? കാഫോർ, കാരക്കോറമാണ്. ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യം സെയിം ക്വസ്റ്റ്യൻ, ഈ വീഡിയോൻ്റെ ആദ്യം ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയും ഉത്തരം ഉറപ്പാ. ട്രാൻസ് ഹിമാലയത്തിലെ തെക്കേ അറ്റത്തെ പർവ്വതനിര ഏതാ? കാലാസ. സാഫോർ, സസ്കർ. മൂന്നാമത്തെ ചോദ്യം ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം, ലഡാക്ക് ഏതൊക്കെ പർവ്വതനിരകളുടെ ഇടയിലാ? കാക്കും സാക്കും ഇടയിലാണ്. ലാ ഫോർ ലഡാക്ക്. അപ്പൊ ലഡാക്ക് കാരക്കോറത്തിനും സസ്കറിനും ഇടയിലാണ്. ഈ കാര്യവും മറക്കരുത്. സെറ്റല്ലേ? ആ, അപ്പോൾ നമുക്ക് വൈകാതെ എത്രയും പെട്ടെന്ന് നേരെ വരൂ കാരക്കോറത്തിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ള ഈ പർവ്വതനിരയെ വിളിക്കുന്ന പേരാണ് കാരക്കോറം. എന്താ? കാരക്കോറം പർവ്വതനിരയാണ്, ഒരൊറ്റ മലയല്ല. കാരക്കോറം പർവ്വതനിര. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ആനമല, ഏലമല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ആനമല, ഏലമലയൊക്കെ ഇതൊക്കെ എന്താ? ആനമല, ഏലമലയൊക്കെ എന്താ സാധനം? എന്താ? മലനിരയാണ്. ഇതൊരു കാരണവശാലും മറക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് ആനമലയാണെന്ന് വിചാരിക്കാം. ഇതാരാ? ആനമല. മലനിരയെ വിളിക്കുന്ന പേരാണ് ഇതൊക്കെ. ഓക്കെ, ഇനി ആനമലയിൽ ഒരു ഉയർന്ന ഒരു കൊടുമുടി കണ്ടോ? ഒരു മലനിരയിൽ ഉയർന്ന ഭാഗത്തെ നമ്മൾ കൊടുമുടി എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? കൊടുമുടി. അപ്പം ആനമലയിലെ കൊടുമുടിയുടെ പേരെന്തായിരിക്കും? പറ.
ആനമുടി. യെസ്, ദാറ്റ്സ് ഇറ്റ്, ആനമുടി. അപ്പോൾ ഇതേപോലെ ആനമലയിലെ കൊടുമുടിയാണ് ആനമുടി. ദ സെയിം വേ കാരക്കോറം ഒരു പർവ്വത നിരയാണ്. ഇവിടെ ഒരുപാട് കൊടുമുടികളുണ്ട്, അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ വരും. ഓക്കെ, യെസ്. അപ്പോൾ കാരക്കോറം എന്ന വാക്കിൻ്റെ അർത്ഥം കരിങ്കല്ലാണ് മക്കളെ, കരിങ്കല്ലാണ്. ഓക്കെ, കാരക്കോറം എന്ന് വെച്ചാൽ എന്താ? കരിങ്കല്ല് എന്നാണ് അർത്ഥം. തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും വടക്കേ അറ്റത്തെ പർവ്വതനിരയാണ് നമ്മുടെ കാരക്കോറം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? മാപ്പിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇവിടെ ആയിരിക്കൂലേ? ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാ? ഇന്ദിരാക്കോൾ. 37 ഡിഗ്രി 6 മിനിറ്റ് സ്ഥിതി ചെയ്യുന്ന 37 ഡിഗ്രി 6 മിനിറ്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാക്കോൾ എവിടെയായിരിക്കും? വടക്കേ അറ്റത്തെ പർവ്വതനിരയിലായിരിക്കും. ആരാ? നമ്മുടെ കാരക്കോറം പർവ്വതനിരയിലാണ് സുഹൃത്തുക്കളെ. അതൊരു കാരണവശാലും മറക്കരുത്. ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബോർഡർ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഞാൻ അതിർത്തി അയൽ രാജ്യങ്ങൾ പറയുന്ന സമയത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലൊക്കെ പോയിട്ട് കാണിച്ചു തരും. ഇതാണ് ബോർഡർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ക്ലാസ് കാണുന്ന സമയത്ത് ഇതൊക്കെ സിമ്പിളായിരിക്കും. അതിർത്തിയൊക്കെ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കും അല്ലേ? അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി ഈ അതിർത്തിയാണ്. 106 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അന്താരാഷ്ട്ര അതിർത്തി ആരുമായിട്ടാ? അഫ്ഗാനിസ്ഥാനുമായിട്ടാ. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഏത് മലനിരയിലായിരിക്കും ഈ അതിർത്തിയൊക്കെ? ഏത് മലനിരയിലായിരിക്കും? ഏറ്റവും വടക്കേ അറ്റത്തല്ലേ ഇത്? അപ്പോൾ കാരക്കോറം പർവ്വതനിരയിലായിരിക്കൂലേ മക്കളെ സ്ഥിതി ചെയ്യുന്നത് ആ 106 കിലോമീറ്റർ അതിർത്തി. ഇനി ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി ആരാ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി മൗണ്ട് K2 ആണ്. ഇനി ഇത് പഠിക്കാനും സിമ്പിളാണ്. മൗണ്ട് K2 കാരക്കോറത്തിലാണെന്ന്. പേരെന്താ? മൗണ്ട് K2 അല്ലേ? K4 കാരക്കോറം എന്ന് പഠിച്ചാലും മതി. അങ്ങനെയല്ല, ശരിക്കും പേരെന്തോ ആണ്. അപ്പം മൗണ്ട് K4 കാരക്കോറം എന്ന് പഠിച്ചാലും മതി. ഓക്കെ, Kയിൽ 2 ഇല്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന 2ാമത്തെ കൊടുമുടിയാണ് എന്ന് മൂപ്പര് തന്നെ പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന 2ാമത്തവൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയാണ് മൗണ്ട് K2. ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന 2ാമത്തെ കൊടുമുടിയാണ് നമ്മുടെ മൗണ്ട് K2. കാരണം ഫസ്റ്റ് നമ്മുടെ എവറസ്റ്റ് അല്ലേ? എവറസ്റ്റ് നേപ്പാളിലല്ലേ? അപ്പോൾ ഇതാണ് മൗണ്ട് K2. അപ്പോൾ മാപ്പില്ലാത്തൊരു പരിപാടിയില്ലേ? മൗണ്ട് K2 കണ്ടോളേ. ഇവിടെയാണ് നമ്മുടെ മൗണ്ട് K2 എന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അവിടെ സ്ഥിതി ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇവനാണ് മൗണ്ട് K2. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനുണ്ട്. ഇന്ത്യക്ക് ഇത്രയും ഭാഗം ഇപ്പോൾ ഇന്ത്യയുടെ ടെറിട്ടറി ആണെങ്കിലും പാകിസ്ഥാൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. 1940കളിൽ ഉണ്ടായിരുന്ന ഇൻഡിപെൻഡൻസിന് ശേഷം 48-ൽ ഉണ്ടായിരുന്ന വാറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ അടിച്ചു മാറ്റിയ പ്രദേശമാണ് ഈ വരക്കപ്പുറമുള്ള ഈ ഒരു എൻ്റയർ സ്ഥലം. ആ സ്ഥലത്താണ് നമ്മുടെ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് POK, പാക് അധിനിവേശ കാശ്മീർ. അതുകൊണ്ട് തന്നെ മൗണ്ട് K2 നമുക്കിപ്പോൾ പോകാൻ പറ്റില്ലടാ. പാകിസ്ഥാനാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അനധികൃതമായിട്ട് പാകിസ്ഥാൻ കയ്യേറിയിരിക്കുന്ന ഒരു പ്രദേശം, ഒരു തർക്കഭൂമിയാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന POK. മറക്കരുത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി ചോദിച്ചാൽ മൗണ്ട് K2 തന്നെ, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ തർക്കരഹിത ഇന്ത്യയിലെ എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തർക്കരഹിത ഇന്ത്യയിലെ എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഏറ്റവും ഉയരം ചെന്നത് തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്നത് ആരാ? കാഞ്ചൻജംഗയാണ്. ഓക്കെ, കാഞ്ചൻജംഗയാണ്. അപ്പം മറക്കരുത്, മൗണ്ട് K2ൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്നതാണ്, ലോകത്തിലെ 2ാമത്തവനാണ്, കാരക്കോറത്തിലാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം മൗണ്ട് K2 POKയിലായതുകൊണ്ട് തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി നമ്മുടെ കാഞ്ചൻജംഗയാണ്. മൗണ്ട് K2ൻ്റെ ഹൈറ്റ് ഞാനിവിടെ എഴുതുന്നുണ്ട്. 8611 മീറ്ററാണ് ശരിക്കുള്ള ഉയരം. പഴയ SCRTയിൽ 8661 മീറ്റർ ആയിരുന്നു. അതുകൊണ്ട് PSC അതായിരുന്നു ആൻസർ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ആൻസർ 8611 മീറ്ററാണ്. അപ്പോൾ PSC ഇതെടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എനിവേ 2 ആൻസറും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? പിടികിട്ടിയല്ലോ?
ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. മൗണ്ട് K2 മറ്റൊരു പേരുണ്ട്. ആഹാ, എന്താ പേര്? ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നതും മൗണ്ട് K2 തന്നെയാണ്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്നത് ആരാ? കാഞ്ചൻജംഗ എവിടെയാ? സിക്കിം. എത്ര ഉയരം? 8685 മീറ്ററാണ്. 8685 മീറ്ററാണ് ഇവൻ്റെ ഉയരം എന്ന് പറയുന്നത്. 8685 മീറ്ററാണ് ഇവൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. കാഞ്ചൻജംഗയ്ക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. കാഞ്ചൻജംഗയുടെ ഏറ്റവും ഉയരമുള്ള പോയിന്റ് ഉണ്ടാവുമല്ലോ. ഒരു കൊടുമുടിയാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും ഉയരം ചെന്ന സ്ഥലത്ത് പോയിട്ട് ഈ കൊടിയൊക്കെ നാട്ടി സെൽഫിയൊക്കെ എടുക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഏറ്റവും ഉയരം ചെന്ന ഈ ഒരു കൊടുമുടിയിൽ നമുക്ക് കയറാൻ പറ്റില്ല. ബട്ട് വൈ? കാഞ്ചൻജംഗ സിക്കിമിൽ അവിടെ താമസിക്കുന്ന ട്രൈബൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാഞ്ചൻജംഗ എന്ന കൊടുമുടി ഈ പറഞ്ഞ സേക്രഡ് ആയിട്ടുള്ള ഒരു കൊടുമുടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന നിലപാട് ഓടുകൂടി അല്ലെങ്കിൽ എന്നൊരു ട്രഡീഷനോടുകൂടി നമ്മൾ കയറുന്ന കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട മക്കളെ, അത് നമ്മുടെ സ്വന്തം കാഞ്ചൻജംഗയാണ്. അപ്പോൾ കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന നിബന്ധനയോടെ നമ്മൾ കയറുന്നത് എവിടെയാണ്? യെസ്, കാഞ്ചൻജംഗ. അപ്പോൾ തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയാണ്, സിക്കിമിലാണ്. ഉയരം 8586 കേട്ടോ, 8586 മീറ്ററാണ് ഉയരം എന്ന് പറയുന്നത്. ഇനി കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ കാഞ്ചൻജംഗയുടെ ശൃംഗത്തിലാണ്. ഇനി കാഞ്ചൻജംഗ ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്, ഒരു യുനെസ്കോ അംഗീകൃത ബയോസ്ഫിയർ റിസർവ് കൂടിയാണ്. ഈ കാര്യം മറക്കരുത്. വീണ്ടും മുന്നോട്ട് പോവാണ്. കാരക്കോറം തിരിച്ചു വരുവാണേ. കാരക്കോറം സംസ്കൃത പുസ്തകങ്ങളിൽ അറിയപ്പെടുന്നത് കൃഷ്ണഗിരി എന്നാണ്. കൃഷ്ണഗിരി എന്നാണ് സംസ്കൃത പുസ്തകങ്ങളിൽ കാരക്കോറം അറിയപ്പെടുന്ന പേര്. K4 കാരക്കോറം, K4 കൃഷ്ണഗിരി, K4 K2 എല്ലാം K തന്നെ അല്ലേ. ഇനി റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ആരാ ഈ റുഡ്യാർഡ് കിപ്ലിംഗ്? ഇതാരാണ് ഈ റുഡ്യാർഡ് കിപ്ലിംഗ്? ആരാണെന്ന് അറിയില്ലേ? നമ്മുടെ ജംഗിൾ ബുക്കൊക്കെ എഴുതിയിട്ടില്ലേ, നമ്മുടെ മൗഗ്ലീനെയൊക്കെ സൃഷ്ടിച്ച നമ്മുടെ കഥാകാരനാണ്, നോവലിസ്റ്റാണ് റുഡ്യാർഡ് കിപ്ലിംഗ്. ജംഗിൾ ബുക്ക് കാൻഹ എന്ന വനത്തെ ആസ്പദമാക്കിയിട്ടാണ് എഴുതിയെന്ന് PSC മുമ്പ് പലതവണ ചോദിച്ച ഒരു PVQ ഉണ്ട്. ശരിക്കും മധ്യപ്രദേശിലെ പെഞ്ചിനെയും ഒക്കെ ആശ്രയിച്ചാണ് എഴുതിയത്. എനിവേ, PSCയുടെ ഒരു ആൻസർ സൂചിക പ്രകാരം ജംഗിൾ ബുക്ക് മധ്യപ്രദേശിലെ കാൻഹ വനത്തെ ആസ്പദമാക്കിയിട്ടാണ് രചിച്ചത്. ദ സെയിം വേ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന മറ്റൊരു നോവലുണ്ട്. അതിൽ പരാമർശിക്കപ്പെട്ട പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കാരക്കോറമാണ്. K4 കിപ്ലിംഗ്, K4 കിം, K4 കാരക്കോറം എല്ലാം K തന്നെ മക്കളെ, K തന്നെ. ഓക്കെ, ഇനി പാമിർ പർവ്വതനിരയിലേക്ക് കൂടിച്ചേരുന്ന പർവ്വതനിര. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പം ഞാൻ നേരെ മാപ്പ് എടുക്കും. എന്നിട്ട് ഞാൻ പറയും, മക്കളെ മാപ്പിൽ പാമിർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചേന്ന്. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കും ഇവിടെയാണ് സാറേ പാമിർന്ന്. അപ്പം ഞാൻ പറയാം എന്താണെന്നറിയോ, ഇതല്ലേ കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പോൾ ഈ മൂന്നിലെ ആരായിരിക്കും അവിടെ പോയി ചേരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ പറയും എന്ത്? ഏറ്റവും വടക്കുള്ള ലോജിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും വടക്കുള്ള കാരക്കോറം ആയിരിക്കൂലേ ചേരുന്നത്, കാരണം പാമിർ കാരക്കോറത്തിൻ്റെ വടക്കല്ലേ. സോ കാരക്കോറമാണ് പാമിറിലേക്ക് കൂടിച്ചേരുന്ന പർവ്വതനിര. മീൻവൈൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ലോകത്തിൻ്റെ മേൽക്കൂരയാണ് ആര്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ ആരാ? നമ്മുടെ പാമിറാണ്. പാമിർ മറക്കല്ലേ. റൂഫ് ഓഫ് ദ വേൾഡ് മറക്കരുത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനികളായ സിയാച്ചിനും ബാൾട്ടാരും ഇവിടെയാണ്. ഇവിടെ 2-3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി സിയാച്ചിനാണ്. 2ാം സ്ഥാനം ബാൾട്ടാരോയാണ്. സിയാച്ചിൻ എല്ലാവർക്കും അറിയാം, പാവം ബാൾട്ടാരോന് ആർക്കും അറിയില്ല. പഠിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഹിമാനി ബാൾട്ടാരോയാണ്. ഇവനും സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിൽ തന്നെയാണ്, മറക്കരുത്. ഓക്കെ, സെറ്റല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അപ്പം നമ്മൾ വഴിയിൽ സിയാച്ചിനെ കണ്ടില്ലേ? നമുക്ക് സിയാച്ചിൻ വരെ ഒന്ന് പോയാലോ? വരൂ, സിയാച്ചിൻ വരെ ഒന്ന് പോകാം. അപ്പോൾ ഇതാണ് സിയാച്ചിൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിലേതാണ് സാറേ സിയാച്ചിൻ? അപ്പം ഞാൻ പറഞ്ഞു തരും, ഇതാണ് മക്കളെ സിയാച്ചിൻ. കണ്ടല്ലോ,
ഇങ്ങനെ ഒഴുകി പോന്നതുണ്ടോ? അപ്പോൾ ഒഴുകുന്ന എന്തോ ഒരു സാധനമാണ് സിയാച്ചിൻ എന്ന ഹിമാനി. എന്താണ് ഹിമാനികൾ? ഹിമാനികൾ എന്ന് വെച്ചാൽ ഒഴുകുന്ന ഐസ്. അതായത് ഇപ്പോൾ ഒരു നദി എന്ന് വെച്ചാൽ എന്തൊരു പ്രത്യേക പാതയിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് ഒരു പ്രത്യേക വേഗതയിൽ ഒഴുകുന്ന ജലം പെട്ടെന്ന് ഒഴുകിപ്പോവും, വെള്ളമായതുകൊണ്ട്, ദ്രാവക രൂപത്തിലായതുകൊണ്ട്. പക്ഷെ ഇത് ഖരരൂപത്തിലാണ്, കാരണം ഐസ. പ്രത്യേക പാതയിൽ, ഇതേ പാത കണ്ടോ, പ്രത്യേക ദിശയിൽ ഇത് ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. പ്രത്യേക വേഗത വളരെ കുറവായിരിക്കും നദിയെ സംബന്ധിച്ചിടത്തോളം, നദിയേക്കാളും. കാരണം എന്താ, ഇത് ഖരാവസ്ഥയിലുള്ള ഐസാണ് അല്ലേ. അപ്പോൾ ഘർഷണം കൂടുതലുള്ളതുകൊണ്ട് പതിയെ ഒഴുകുള്ളൂ. ഇതാണ് മക്കളെ ഹിമാനി. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനിയാണ് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനി ഇവിടെ ആയിരിക്കുമോ? കോമൺ സെൻസ് ആലോചിച്ച് നോക്കിയേ, ലോജിക്കലി ആലോചിച്ച് നോക്കിയേ. ധ്രുവപ്രദേശത്തിലായിരിക്കൂലേ, അവിടെയല്ലേ കുറേ ഐസൊക്കെ ഉള്ളത്. അന്റാർട്ടിക്കയിലാണ് ഏറ്റവും വലിയ ഹിമാനി. അതും PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PSCയിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനി ഇവിടെ ഇതല്ല, ലാംബർട്ട് ഹിമാനി, ലാംബർട്ട് ഗ്ലേഷ്യർ ഓഫ് അന്റാർട്ടിക്ക, മറക്കരുത്. ഓക്കെ, അതും നമ്മൾ പഠിച്ചു. ഇനി ധ്രുവപ്രദേശങ്ങളിലല്ലാത്ത ഏറ്റവും വലിയ ഹിമാനി ചോദിച്ചാലും സിയാച്ചിൻ അല്ല മക്കളെ. ധ്രുവപ്രദേശങ്ങളിലല്ലാത്ത ഏറ്റവും വലിയ ഹിമാനി എന്ന് പറയുന്നത് ഫെഡ് ചെങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള തജിക്കിസ്ഥാനിലെ ഒരു ഹിമാനിയാണ്. തജിക്കിസ്ഥാനിലെ ഫെഡ് ചെങ്കോ ഹിമാനി. സോ സിയാച്ചിനിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. ഇത് രണ്ടും PYQ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഓർത്ത് വെച്ചോ. യെസ്, സിയാച്ചിൻ. റോസാപ്പൂക്കൾ സുലഭം. റോസാപ്പൂക്കൾ സുലഭം എന്നാണ് സിയാച്ചിൻ്റെ പേര്. സിയാച്ചിൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് റോസാപ്പൂക്കൾ സുലഭം അഥവാ പ്ലെൻറ്റി ഓഫ് റോസസ്. എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം റോസാപ്പൂ പോയിട്ട് ഒരു പുല്ല് പോലും മുളക്കാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ സിയാച്ചിൻ. കാരണം ഇത് ഫുൾ ഐസാ, എപ്പോഴും ടെമ്പറേച്ചർ 0ന് താഴെയായിരിക്കും. ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ സിയാച്ചിന് ഉണ്ട്. മാക്സിമം ഒരു 3-4 ഒക്കെ വന്നാലായി ഡിഗ്രി സെൽഷ്യസ്, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ 0ന് താഴെയാണ് എപ്പോഴും ടെമ്പറേച്ചർ. ഈവൻ പകൽ സമയത്ത് നട്ടുച്ചയ്ക്ക് പോലും -3 -4 ഒക്കെ ആയിരിക്കും, മറക്കരുത്. അപ്പോൾ റോസാപ്പൂക്കൾ സുലഭം എന്നാണ് പേര്. ഒരു പക്ഷേ ഹിമാലയത്തിൽ, ട്രാൻസ് ഹിമാലയത്തിൽ, ലഡാക്കിലും അതുപോലെ കാരക്കോറത്തിലൊക്കെ ചില ഭാഗങ്ങളിൽ ഒരു വൈൽഡ് റോസ് വളരുന്നുണ്ട്. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും പേര് കിട്ടിയത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി, ലോകത്തിലെ ആരാ? ലാംബർട്ട് ഫ്രം അന്റാർട്ടിക്ക. ഇനി ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളിലല്ലാത്ത രണ്ടാമത്തതാണേ. കാരണം ഒന്നാമത്തതാരാ? ഞാൻ പറഞ്ഞു, ഫെഡ് ചെങ്കോ. എവിടെയത്? തജിക്കിസ്ഥാൻ. എവിടെയാ? തജിക്കിസ്ഥാൻ. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. സിയാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതൊന്നുമല്ല, ദേ ഈ കിടക്കുന്നതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ തവണ സിയാച്ചിനെ കുറിച്ച് PSCയിൽ ചോദിച്ച ചോദ്യം. യെസ്, പറയൂ. ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന യുദ്ധഭൂമി അല്ലെങ്കിൽ യുദ്ധക്കളമാണ് നമ്മുടെ സിയാച്ചിൻ. സ്വാഭാവികമായിട്ടും അല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ ആർമി ഇവിടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 1984 നല്ല രീതിയിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ മേഘദൂത് എന്നാണ് ആ ഒരു യുദ്ധത്തിന് നമ്മൾ പറയുന്ന പേര്. ആ ഓപ്പറേഷൻ സൈനിക വിന്യാസത്തെ നമ്മൾ പറയുന്ന പേര്. അതായത് പാക്കിൽ നിന്നും സിയാച്ചിൻ ഹിമാനി, സിയാച്ചിൻ തിരിച്ചു പിടിച്ച ഓപ്പറേഷനാണ്. തിരിച്ചു പിടിച്ച, നമ്മൾ റീഗെയിൻ ചെയ്ത, വീണ്ടും തിരിച്ചു പിടിച്ച ഓപ്പറേഷനാണ് നമ്മൾ വിളിക്കുന്ന പേര് ഓപ്പറേഷൻ മേഘദൂത്. 1984 ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്ത പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ സിയാച്ചിൻ ഹിമാനി തിരിച്ചു പിടിച്ച ഓപ്പറേഷൻ്റെ പേരാണ് മേഘദൂത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ രണ്ട് സൈനികർ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് സിയാച്ചിനിലാണ്, മറക്കരുത്. ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന യുദ്ധക്കളം. അപ്പോൾ നമ്മുടെ സൈനികർ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ. മനസ്സിലായോ? നമ്മുടെ സൈനികർ ഉപയോഗിക്കുന്ന ഹെലിപാഡ്, നമ്മുടെ സൈനികർ സിയാച്ചിനിൽ ഉപയോഗിക്കുന്ന ഹെലിപാഡാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപാഡ്. ഇത് കണ്ടോ സിയാച്ചിനാണിത്. സോ സിയാച്ചിനിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ഹെലികോപ്റ്റർ നിർത്തുന്ന ഹെലിപാഡ് നമുക്ക് കാണണമെങ്കിൽ സിയാച്ചിനിൽ പോകണം. നമ്മുടെ സൈനികർ ഉപയോഗിക്കുന്ന ആർമി പോസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർമി പോസ്റ്റ്. ഇനി ഇന്ത്യയിലെ ഒരാളെ നിങ്ങൾക്ക് ടെലിഫോൺ സംസാരിക്കണമെങ്കിൽ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരാളുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കണമെങ്കിൽ സിയാച്ചിനിൽ ഒരു സോൾജിയറെ വിളിച്ചാൽ മതി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരാൾക്ക് കത്തയക്കണമെങ്കിൽ സിയാച്ചിനിൽ ഒരു സൈനികന് ഒരു ഗ്രീറ്റിംഗ് അയച്ചാൽ മതി. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ ടെലിഫോൺ ബൂത്ത് ഉള്ളതും ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റൽ സർവീസും, പോസ്റ്റ് ഓഫീസ് അല്ലേ, പോസ്റ്റൽ സർവീസ്, കത്തയച്ചാൽ കിട്ടും.
അതും സിയാച്ചിനിലാണ്. ആക്ച്വലി ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് ഇതെല്ലാവരും കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു സാധനമാണ്. യെസ്, അത് ഹിക്കിമിലാണ്, അത് ഹിമാചൽ പ്രദേശിലെ ഹിക്കിമിലാണ്. അപ്പോൾ ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് സിയാച്ചിൻ്റെ പ്രത്യേകതകൾ. ഇനി സിയാച്ചിൻ ഒരു ഹിമാനിയാണല്ലോ, അപ്പം നദി ഉത്ഭവിക്കൂലേ? സിയാച്ചിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര നദി. നുബ്ര നദിയാണ് സിയാച്ചിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ഇതൊരു കാരണവശാലും മറക്കരുത്. നുബ്ര താഴ്വരയിലൂടെ വേണം നമ്മൾ സിയാച്ചിനിലേക്ക് എത്താൻ. അതുകൊണ്ട് സിയാച്ചിനിലേക്കുള്ള കവാടം എന്നാണ് നമ്മുടെ നുബ്ര താഴ്വര അറിയപ്പെടുന്നത് പോലും. അപ്പോൾ സിയാച്ചിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നുബ്രയാണ്. സിയാച്ചിനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നുബ്ര താഴ്വരയിലൂടെ വേണം പോകാൻ. അതുകൊണ്ട് സിയാച്ചിനിലേക്കുള്ള കവാടം എന്നാണ് നുബ്ര താഴ്വര അറിയപ്പെടുന്നത്. ഗേറ്റ് വേ ടു സിയാച്ചിൻ. സെറ്റ് അല്ലേ? അപ്പം നമുക്ക് നുബ്ര നദിയൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ സിയാച്ചിനിലേക്ക് പോകാം. യെസ്, ഈ കാര്യം സിയാച്ചിൻ ആദ്യമായിട്ട് സന്ദർശിച്ച നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രസിഡന്റ് ടു വിസിറ്റ് സിയാച്ചിൻ ഗ്ലേഷ്യർ ഈസ് നമ്മുടെ 11ാമത്തെ നമ്മുടെ രാഷ്ട്രപതിയും അല്ലേ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെയൊക്കെ അല്ലേ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. 2004 അദ്ദേഹം സിയാച്ചിൻ സന്ദർശിക്കുന്നത്. ഇനി സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ കാലഘട്ടം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അബ്ദുൽ കലാം അദ്ദേഹം ആദ്യമായിട്ട് സന്ദർശിക്കുന്ന രാഷ്ട്രപതിയായിട്ട് 2004 മാറുന്നു. അതിൻ്റെ അടുത്ത വർഷം തന്നെ ആദ്യമായിട്ട് സിയാച്ചിൻ സന്ദർശിക്കുന്ന പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രിയായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് മാറുന്നു, മറക്കരുത്. ഇനി സിയാച്ചിൻ രണ്ടാമതായിട്ട് സന്ദർശിച്ച പ്രധാനമന്ത്രിയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ അതിപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി 2014 സിയാച്ചിൻ സന്ദർശിക്കുന്നത്. ഈ കാര്യവും മറക്കരുത്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് രണ്ടാമതായിട്ട് സിയാച്ചിൻ സന്ദർശിച്ച രാഷ്ട്രപതിയാണെങ്കിൽ നമ്മുടെ രാംനാഥ് കോവിന്ദ് അദ്ദേഹമാണ്. രാംനാഥ് കോവിന്ദ് 2018 സിയാച്ചിൻ സന്ദർശിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിമാരും വന്നിട്ടില്ല. അതുകൊണ്ട് തേർഡ് ടൈം പ്രധാനമന്ത്രി ആരും സന്ദർശിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രപതി മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മൂന്നാമതായിട്ട് സിയാച്ചിൻ സന്ദർശിക്കുന്ന രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമു മാറിയിട്ടുണ്ട്. ദ്രൗപദി മുർമു ആണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ്. 2023 സിയാച്ചിൻ സന്ദർശിച്ചുകൊണ്ട് സിയാച്ചിൻ സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് മാറുന്നത്. വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ലോജിക്കലി കിട്ടും. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദ്രൗപദി മുർമു 2023 സെറ്റല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ കാരക്കോറത്തെക്കുറിച്ച് വളരെ ഭംഗിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കഴിഞ്ഞാൽ ആരാ? ലാ. അപ്പം ട്രാൻസ് ഹിമാലയത്തിൻ്റെ രണ്ടാമത്തെ പർവ്വതനിരയിലേക്ക് നമുക്ക് പോയാലോ? ലാ ഫോർ ലഡാക്ക് ആൻഡ് ലാ ഫോർ ലാൻഡ് ഓഫ് പാസസ് എന്ന് വെച്ചാൽ ഒരുപാട് ചുരങ്ങളുള്ള നാടാണ് ലഡാക്ക്. അതുകൊണ്ടാണ് ലാൻഡ് ഓഫ് പാസസ്, ചുരങ്ങളുടെ നാട് എന്ന് നമ്മുടെ ലഡാക്കിനെ വിളിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ രണ്ടാമത്തെ പർവ്വതനിരയാണ്. ആരുടെയൊക്കെ ഇടയിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ലിറ്റിൽ ടിബറ്റ്, ചോട്ടാ ടിബറ്റ് എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ ലഡാക്കിനെ വിളിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അതായത് തൊട്ടപ്പുറം നമ്മുടെ ചൈനയുടെ ടിബറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, തൊട്ടപ്പുറം നമ്മുടെ ചൈനയുടെ ടിബറ്റൻ പീഠഭൂമിയാണ്. അപ്പോൾ ആ ഒരു പീഠഭൂമിയുടെ ഒരു എക്സ്റ്റൻഷൻ, തുടർച്ച പോലെ, അല്ലെങ്കിൽ ആ പീഠഭൂമിയുടെ അതേ ഭൂപ്രകൃതി അല്ലേ, ഇതാണ് നമ്മുടെ ടിബറ്റിലെ അതേ തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് തൊട്ടിപ്പുറം കാണുന്ന ലഡാക്കിൻ്റെ ഈ ഭാഗത്തും കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചോട്ടാ ടിബറ്റ്, ലിറ്റിൽ ടിബറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. പർവ്വതനിരയുടെ പ്രത്യേകത മാത്രമല്ല, മൊത്തത്തിൽ ലഡാക്കിൻ്റെ പ്രത്യേകതയാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഇനി ചുരങ്ങളുടെ നാടാണല്ലോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണോ, ഡ്രൈവ് ചെയ്യണോ, നേരെ ലഡാക്കിൽ പോവുക. ദേ മിഗ്ല ചുരം റെഡി ആയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചുരമാണ് മിഗ്ല. 19,400 അടി ഉയരത്തിലാണ്, 400 അടി ഉയരത്തിലാണ് മിഗ്ല പണിതത്. ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന ചുരം മിഗ്ലയാണ്. മിഗ്ല കഴിഞ്ഞാൽ
19,300 അടി ഉയരമുള്ള നമ്മുടെ ഉംലിംഗ്ല ഉണ്ട്. ഉംലിംഗ്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ കർദുംഗ്ല ഉണ്ട്. ഇങ്ങനെ കുറേ ചുരങ്ങളുള്ള നാടാണ് നമ്മുടെ ലഡാക്ക്. സോ ഹെൻസ് ഇറ്റ് ഇസ് നോൺ ആസ് ചുരങ്ങളുടെ നാട്. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ പോവാണേ ലഡാക്കിലേക്ക്. അപ്പോൾ ലഡാക്കിലേക്ക് പോകുമ്പോൾ ഒരു കാര്യമുണ്ട്. ലഡാക്കിൽ ഈ പർവ്വതനിരയുടെ ഇടയിലായിട്ട് നമുക്ക് കുറേ പീഠഭൂമികൾ കാണാൻ പറ്റും, നിരപ്പായ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഈ പർവ്വതത്തിനിടയിൽ പല സ്ഥലങ്ങളിലും നിരപ്പായ പ്ലേസസ് ഉണ്ട്. ഉയർന്ന നിരപ്പായ സ്ഥലത്തെ നമ്മൾ എന്താ പറയുക? പീഠഭൂമി എന്നാണ് പറയുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒരു ഡൗട്ടും വേണ്ട, നമ്മുടെ ലഡാക്കാണ്. നിരപ്പായ ഉയർന്ന സ്ഥലമാണല്ലേ, നിരപ്പായ സ്ഥലമാണല്ലേ ഉയരത്തിലുള്ള. അപ്പോൾ വിമാനത്താവളം പണിതൂടെ? അപ്പോൾ ആ വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമിയാണിത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള വിമാനത്താവളമാണിത്. എന്താ ഈ വിമാനത്താവളത്തിൻ്റെ പേര്? കുഷോക്ക് ബാക്കുള റിംപോച്ചി. ആര്? റിംപോച്ചിനെ ഓർമ്മയില്ലേ? നമ്മുടെ റിംപോച്ചി അപ്പുകുട്ടൻ, നമ്മുടെ ഗോതയിലൊക്കെ ഉള്ള അല്ലേ? അപ്പോൾ അതേപോലെ ഒരു ഗോതയല്ല, യോധ. ഓക്കെ, അപ്പോൾ അതേപോലുള്ള ഒരു റിംപോച്ചിയുടെ പേരിലാണ് നമ്മുടെ ഈ എയർപോർട്ട് അറിയപ്പെടുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേയിലാണ് ഈ വിമാനത്താവളം. അപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണിത്. കുഷോക്ക് ബാക്കുള റിംപോച്ചി. എടാ, ലഡാക്ക് അറിയപ്പെടുന്നത് തന്നെ ചോട്ടാ ടിബറ്റ് എന്നല്ലേ? ടിബറ്റൻ സന്യാസികളും ഇവിടെ ഉണ്ട്, ബുദ്ധിസ്റ്റ് മോങ്സുകളും ഉണ്ട്. അങ്ങനെയാണ് ഇതിന് കുഷോക്ക് ബാക്കുള റിംപോച്ചി എന്ന് പേര്. റിംപോച്ചി ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയുടെ പേരാണ്. ഇനി എല്ലാവരും ജാക്കറ്റൊക്കെ എടുത്തിട്ട് റെഡിയാണല്ലോ. കാരണം നമ്മൾ ലഡാക്കിൽ ഒരു ശീത മരുഭൂമിയിലേക്കാണ് പോകാൻ പോകുന്നത്. നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ബിക്കോസ് വി ആർ എൻ്ററിങ് ഇൻ ടു എൻ കോൾഡ് ഡെസേർട്ട്. ഇന്ത്യയിലെ ഒരേ ഒരു ശീത മരുഭൂമിയാണ് നമ്മുടെ ലഡാക്ക്. ഇറ്റ്സ് എ കോൾഡ് ഡെസേർട്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി, വിമാനത്തു നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അതേ പുറത്തൊരു എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പോയിന്റ്, ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുക. എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഹെമിസാണ്. ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ്, മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ ചുറ്റും നോക്കിയപ്പോൾ ഇതേപോലുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശമാണ്. എടാ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ജീവികളുണ്ട്. വരണ്ട് കിടക്കുന്ന മരുഭൂമിയാണ്, ശീത മരുഭൂമിയാണ്. ഒരു പുൽനാമ്പ് പോലും കാര്യമായിട്ട് കാണുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ദേശീയോദ്യാനത്തിലൊക്കെ കുറേ മരമാണ് എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ, എടാ, ഇവിടെ നമുക്ക് കാണാൻ ശരിക്കും അങ്ങോട്ട് സാധിക്കാത്ത കുറേ ജീവികളുണ്ട്. അതിലൊരാളാണ് ദേ, കാണുന്നുണ്ടോ? എവിടെയുള്ളേ? ദേ, കണ്ടോ? കാണുന്നില്ല സാറേ, കണ്ടോ? ഇതാരേത്? ഇപ്പം കണ്ടോ? സ്നോ ലെപ്പേർഡാണിത്, ഹിമപ്പുലി. നമ്മുടെ ഇന്ത്യയിൽ ഹിമപ്പുലികൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം. പല ദേശീയോദ്യാനങ്ങൾ ഏതെങ്കിലും ഒരു ജീവിക്ക് പ്രസിദ്ധമായിരിക്കും. ഇരവികുളം ദേശീയോദ്യാനത്ത് വരയാടുണ്ട്. അതുപോലെ നമുക്ക് സിംഹവാലം കുരങ്ങിനെ ഒരുപാട് കാണുന്ന സ്ഥലമാണ് നമ്മുടെ സൈലന്റ് വാലി. കാസിരംഗ ദേശീയോദ്യാനത്തിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമുണ്ട്. അതേപോലെ ഹിമപ്പുലിക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഹെമിസ് ദേശീയോദ്യാനം. ഇതാണ് ആള് കേട്ടോ. ഓക്കെ, മറ്റതിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതെ, ഇവനാണ് ആള്. സോ ലഡാക്കിലെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റല്ലേ? അപ്പോൾ സാറേ, ഒരു പോയിന്റ് സാറ് വിട്ടിട്ടുണ്ടായിരുന്നു. ദ്രാസ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം അറിയപ്പെടുന്നത് ദ്രാസാണ്. ഞാനിത് പറയാത്തത് മനഃപൂർവ്വമാണ്. കാരണം എന്താ? നമ്മൾ വിമാനത്തിലല്ലേ പോയേ? നമ്മൾ റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസ് എന്ന ഈ ഒരു ടൗണാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള മനുഷ്യവാസ സ്ഥലമാണ്. നമ്മുടെ ദ്രാസ്, ലഡാക്കിലേക്കുള്ള കവാടം. ഓക്കെ, സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം എടുത്തതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചുമ്മാ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ലൈഡാണോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ?
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങ് കാണിച്ചു തരും. ദേ UP സ്കൂൾ അസിസ്റ്റന്റ് 2016 ചോദിച്ച ചോദ്യമാണിത്. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ, ഹിമാലയ പർവ്വതം ഇന്ത്യൻ മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എങ്ങനെ കണ്ടെത്താം? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ഈവൻ അറിയില്ലാത്ത ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്? അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറിയായിരിക്കും, ആൻസർ കണ്ടെത്താൻ പറ്റുമായിരിക്കും. ടൈം ഒരു വലിയ ഫാക്ടറാണ് PSC എക്സാംസുകളിൽ. ടൈം അധികം യൂട്ടിലൈസ് ചെയ്യാതെ എങ്ങനെ ക്വസ്റ്റ്യൻസിലെ ആൻസറിലേക്ക് കണ്ടെത്താം? ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം. ആദ്യം നമുക്ക് ഹിമാലയ പർവ്വതം എടുക്കാം. ഫസ്റ്റ് കീവേഡ് ഹിമാലയ പർവ്വതം. ഗുജറാത്ത് ഉണ്ടോ? ഇല്ല. ഒഡീഷ ഉണ്ടോ? ഇല്ല. അരുണാചൽ ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം അരുണാചൽ പ്രദേശ് ഉണ്ടോ? ഇല്ല. പശ്ചിമ ബംഗാൾ, ബംഗാൾ കടലില്ലേ? അത് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. സോ യു ഗോട്ട് ദി ആൻസർ. ഒരിക്കലും കൺഫ്യൂഷൻ ആവാതെ വളരെ സിമ്പിളായിട്ട് വിത്തിൻ 10 സെക്കൻഡ് ഞാൻ ക്വസ്റ്റ്യനിൽ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. എലിമിനേഷനിലൂടെ എത്തുക. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചില്ലേ? വെസ്റ്റ് ബംഗാൾ അല്ലേ, കടലോട്ട് ഹിമാലയം വരെയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ LP സ്കൂൾ അസിസ്റ്റന്റ് 2005 ചോദിച്ച ചോദ്യമാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഉള്ള കുറേ ക്വസ്റ്റ്യൻ ബാങ്കുകളിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി ഏത്? നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി മൗണ്ട് കേറ്റുവിനെ കാണാനില്ലല്ലോ. ആ മൗണ്ട് കേറ്റുവിൻ്റെ മറ്റൊരു പേരില്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ, മറക്കരുത്. അപ്പോൾ അതും നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യ പ്രധാനമന്ത്രി. ഇപ്പോൾ അസിസ്റ്റന്റ് 2016 NCAയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. സിയാച്ചിനിലെ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവസാനത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയണം. കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ് എന്ന് നിങ്ങൾ പറയുക. ഞാൻ ഓൾറെഡി ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. എത്ര പേര് കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സീരീസൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുക. നമ്മുടെ എക്സാമിന് സ്കോർ ചെയ്യുക. ഓൾ കേരള റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. അതിലെല്ലാവർക്കും ഓൾമോസ്റ്റ് പ്രൈസ് ഉണ്ട്. അപ്പോൾ കട്ടയ്ക്ക് പഠിക്കുക. സിമ്പിളായിട്ട് ഓൾറെഡി നമ്മുടെ കോഴ്സ് ഫീ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് എക്സാമിലൂടെ സ്കോളർഷിപ്പ് കൂടി കിട്ടുവാണെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് ഈ വരുന്ന LDC LPUP ബാച്ചിൽ ചേർന്ന് അടുത്ത റാങ്ക് ലിസ്റ്റിൽ നമുക്കിതാ ഇതുപോലെ പടം വരുത്തിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഇതേപോലെ പടമൊക്കെ വരണ്ടേ അല്ലേ? അപ്പോൾ യെസ്, ബാക്കി നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിൽ സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ബൈ ഓൾ ഓഫ് യു.